കൂൺ കൃഷിയെക്കുറിച്ചുള്ള വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചു. അതിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ കൂൺ കൃഷി ആദ്യമായിട്ട് തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. മറ്റ് മാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ മഷ് പെല്ലറ്റ് ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. 100 ഡിഗ്രിയിൽ വെട്ടിത്തിളച്ച വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒഴിച്ച ശേഷം പിറ്റേ ദിവസമാണ് നമ്മളിത് വിത്തിട്ട് കൊടുക്കുന്നത്. മുഴുവനായും തണിഞ്ഞ് അതിൻ്റെ ചൂടൊക്കെ മാറിയ ശേഷം മാത്രമാണ് നമ്മൾ ഇതിനകത്തേക്ക് വിത്തിട്ട് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ആദ്യഘട്ടമായിട്ട് ചെയ്യേണ്ടതുള്ളൂ. പിന്നീട് നമ്മളിത് നനച്ചു കൊടുക്കുക എന്നുള്ള സിമ്പിളായിട്ടുള്ള കാര്യം മാത്രമേ ഈ ഒരു കൂൺ കൃഷിയിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. പിന്നെ നമ്മൾ കൂൺ കൃഷി ചെയ്യുന്ന റൂമിനകത്ത് ചൂട് വളരെ കുറവായിരിക്കണം, ഹ്യൂമിഡിറ്റി നല്ല കൂടുതലായിരിക്കണം. അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, നമ്മളിപ്പോൾ കൂണ് ചെയ്യുവാണെങ്കിൽ 25 ബെഡും ചെയ്യുമ്പോൾ കുറച്ച് അടുത്തടുത്തായിട്ട് ചെയ്യുക. ഒരുപാട് അകലത്തിൽ വെക്കേണ്ട ആവശ്യമില്ല, അടുത്തടുത്തായിട്ട് തന്നെ വെക്കുക. അതിന് കൂണ് വിടരാനുള്ള സ്ഥലം മാത്രം കൊടുത്താൽ മതി. അടുത്തടുത്ത് വെക്കുമ്പോൾ തന്നെ ആ ഒരു റൂമിൻ്റെ ഹ്യൂമിഡിറ്റി ഒന്ന് കൂടും. പിന്നെ നമ്മൾ അതിന് വേണ്ടിയാണ് നനച്ച് കൊടുക്കുന്നത്. 2 നേരം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചൂട് കൂടുതലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ വീടിനകത്താകുമ്പോൾ നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ പുറത്തൊരു ഷെഡിനകത്തൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചണച്ചാക്ക് നനച്ച് നമുക്ക് തറയിലൊക്കെ വിരിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ തറയിൽ നമുക്ക് വെള്ളമടിച്ച് നനച്ച് കൊടുക്കാം, ചുമരിൽ നനച്ച് കൊടുക്കാം. നമ്മുടെ റൂമിനകത്താകുമ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല. വീടിനകത്താകുമ്പോൾ നമ്മുടെ വീടിന് ദോഷം പറ്റുന്ന രീതിയിൽ നമ്മൾ ചുമര് നനക്കുകയൊന്നും ചെയ്യാൻ പാടില്ല. എങ്കിലും നമ്മൾ കൂണിൻ്റെ ബെഡിന് 2 നേരം അല്ലെങ്കിൽ 3 നേരം നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിന് ആ ഒരു ഈർപ്പം നിലനിർത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ കൂണ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ നല്ല ഈർപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം നനച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ നമുക്കിത് ഇനി ഇതിനെന്തെങ്കിലും മിഷൻ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച ആൾക്കാർക്ക്, മഴക്കാലത്ത് നമുക്കൊന്നും ആവശ്യമില്ല. മഴക്കാലത്ത് നമ്മളൊരു റൂം ഇതിനു വേണ്ടി റെഡിയാക്കി വെക്കുക. അവിടെ ഈച്ച, പ്രാണി പോലുള്ളവ കയറി ഈ കൂൺ ബെഡിനെ നശിപ്പിക്കാത്ത രീതിയിലുള്ള വൃത്തിയായിട്ടുള്ള ഒരു റൂം അല്ലെങ്കിൽ ഒരു സ്ഥലം കണ്ടുപിടിക്കുക. അവിടെ നമ്മൾ ഡെറ്റോൾ ഇട്ട് നല്ല വൃത്തിയായി തുടച്ച് വൃത്തിയാക്കിയ ശേഷം മാത്രം കൂൺ ബെഡിനെ ഉറി കെട്ടി തൂക്കി കൊടുക്കുക. ഇനി അലമാരക്കകത്തോ കട്ടിലിനടിയിലോ വെക്കുന്നവരാണെങ്കിൽ പോലും നല്ല വൃത്തിയായി തുടച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു കൂൺ കൃഷി ചെയ്യുക. കാരണം ഒരു ബെഡിൽ എന്തെങ്കിലും ഒരു കണ്ടാമിനേഷൻ വന്നു കഴിഞ്ഞാൽ പച്ച കളർ പോലെയൊക്കെ കാണുവാണെങ്കിൽ അപ്പം തന്നെ ആ ബെഡ് എടുത്ത് മാറ്റണം. ഇല്ലെങ്കിൽ മറ്റ് ബെഡുകളിലേക്ക് കൂടെ ഇത് പകരും. ആദ്യമായിട്ട് നിങ്ങൾ ചോദിച്ച സംശയമാണ്, ഞാൻ കാണിച്ച തൂക്കം നോക്കുന്ന മെഷീൻ, വെയിങ് മെഷീൻ, അത് 200 രൂപ 250 രൂപക്കകത്ത് നമുക്ക് ആമസോൺ, മീഷോ, ഫ്ലിപ്കാർട്ട് പോലുള്ള എല്ലാ സൈറ്റുകളിലും ലഭ്യമാണ്. ഇതിനകത്ത് എത്ര കിലോ വരെ തൂക്കം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞാൽ 10 കിലോ തൂക്കം വരെ നമുക്ക് ഇതിനകത്തേക്ക് തൂക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം, ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു വട്ടത്തിലുള്ള അവിടെയാണ് നമ്മൾ തൂക്കം നോക്കാൻ വേണ്ടി വെക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പരന്ന സാധനങ്ങളൊന്നും ഇതിനകത്ത് വെച്ച് തൂക്കം നോക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു നടുവിൽ തന്നെ വരുന്ന രീതിയിൽ നമുക്ക് ഈ കൂണ് തൂക്കം നോക്കാൻ വളരെ ഉപകാരപ്പെടുന്ന മെഷീനാണ്. കൂണും പെല്ലറ്റും തൂക്കാൻ ഇത് നന്നായിട്ട് ഉപകാരപ്പെടും. കൂണ് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുമ്പോൾ നമുക്ക് 100 ഗ്രാമിൻ്റെ പാക്കറ്റുകളാക്കാനോ 200 ഗ്രാമിൻ്റെ പാക്കറ്റുകളാക്കാനോ ഒക്കെ ഇതിനകത്ത് വെച്ച് തൂക്കം നോക്കാൻ പറ്റും. അപ്പോൾ ഇതങ്ങനെ നമുക്ക് നന്നായിട്ട് ഉപകാരപ്പെടുന്ന, കൂൺ കൃഷി ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു മെഷീനാണ്. ബാറ്ററിയാണ്, അതുകൊണ്ട് നമുക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ബാറ്ററി മാറ്റി കൊടുത്താൽ മതിയാവും. ബാറ്ററി അല്ലാതെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന, ബാറ്ററിയും ചാർജും ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രിക് വെയിങ് മെഷീൻസും ഉണ്ട്. അത് 300 രൂപയിൽ കൂടുതലാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്നവർ വലിയ പൈസ ചിലവാക്കാതെ ഇതുപോലെ ചെറിയ പൈസ ചിലവാക്കി തുടങ്ങുന്നതാണ് നല്ലത്. കാരണം നഷ്ടം വന്നാലും നമുക്കതൊരു വലിയ നഷ്ടമായിട്ട് മാറാൻ പാടില്ല. നമുക്ക് കിട്ടുന്ന മഷ് പെല്ലറ്റ് ലൂസായിട്ട് 1 കിലോ 2 കിലോ അങ്ങനെയൊന്നും നമുക്ക് ലഭിക്കില്ല. നമുക്ക് കിട്ടുന്നത് ഒരു ചാക്ക് മഷ് പെല്ലറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു ചാക്ക് മഷ് പെല്ലറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 25 കിലോ ഉണ്ട്. 25 കിലോ വരുന്ന വലിയ ചാക്കിലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിങ്ങനെ ഒരു ചാക്ക് വാങ്ങിക്കുമ്പോൾ കറക്റ്റ് റേറ്റ് എനിക്കത്ര ഓർമ്മയില്ല. അപ്പോൾ ഈ ഒരു ചാക്ക് മഷ് പെല്ലറ്റും അതുപോലെ തന്നെ ഈ മഷ് പെല്ലറ്റിനെ നമ്മൾ ഓരോ കിലോ ആയി നിറയ്ക്കാനുള്ള 25 ബാഗുകളും PP കവറുകളും നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതിനോട് കൂടെ തന്നെ നമുക്ക് ഒട്ടിക്കാനുള്ള മൈക്രോ പോർ ടാപ്പ്, നമ്മൾ മുറിവിലൊക്കെ ഒട്ടിക്കുന്ന മൈക്രോ പോർ ടാപ്പാണ് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഞാൻ മുൻപേ കാണിച്ച വീഡിയോയിൽ ഈ മൈക്രോ പോർ ടാപ്പ് കയ്യിലില്ലാത്തത് കൊണ്ട് തന്നെ റബ്ബർ ബാൻഡ് ഇട്ടിട്ടാണ് കാണിച്ചത്. അപ്പോൾ മൈക്രോ പോർ ടാപ്പ് ഒട്ടിക്കുവാണെങ്കിലുള്ള ഗുണം, ഇതിനകത്ത് നല്ല രീതിയിൽ വായുസഞ്ചാരം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് പിൻ വെച്ച് ഓട്ടയിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 15 ദിവസം കഴിഞ്ഞാൽ നമുക്കിത് നേരെ തിരിച്ച് വെച്ച് നമുക്കിത് ഉറിയിൽ തൂക്കാം. ആ മുകളിലത്തെ ഭാഗം ഒന്ന് മടക്കിയ ശേഷം തിരിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഉറിയിൽ തൂക്കി കൊടുക്കുന്നത്. ഇങ്ങനെ തിരിച്ച് വെച്ച് തൂക്കുമ്പോൾ നമ്മൾ സൈഡിൽ ബ്ലേഡ് വെച്ച് 5 വരയിട്ട് കൊടുക്കും. ഈ 5 വരക്കകത്ത് കൂടിയാണ് നമുക്ക് ആദ്യമായിട്ട് മഷ്റൂം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഒരു ദിവസം
രണ്ടോ മൂന്നോ ബെഡ് മാത്രമേ, 4 ബെഡ്, 2 അല്ലെങ്കിൽ 4 ബെഡ്, 3 ചെയ്യാൻ പറ്റില്ല. കാരണം 3 ചെയ്യുമ്പോൾ നമ്മൾ ഒരു വിത്തിൻ്റെ പകുതിയാണല്ലോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ പകുതി നമ്മൾ തുറന്നു വെക്കാനോ ഒന്നും പാടില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒന്നുകിൽ 2 ബെഡ്, അല്ലെങ്കിൽ 4 ബെഡ്, അല്ലെങ്കിൽ 6 ബെഡ്. നമ്മൾ ആദ്യത്തെ ദിവസം ഒരു 2 ബെഡ് ചെയ്ത് നോക്കുക, രണ്ടാമത്തെ ദിവസം 4 ബെഡ് ചെയ്യാം, 6 ബെഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് 25 ബെഡ് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ 25 ബെഡ് ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വിളവും ഏകദേശം ഒരേ ദിവസമായിരിക്കും. 14 ദിവസം നമ്മളിത് ഇരുട്ടുമുറിയിൽ വെക്കണം, അല്ലെങ്കിൽ ഇരുട്ടുള്ള സ്ഥലങ്ങൾ, കട്ടിലിനടിയിൽ, അലമാരയിൽ, എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കാം. പക്ഷെ വായു സഞ്ചാരം ഉണ്ടാവണം. ഇരുട്ടാണെങ്കിലും വായു സഞ്ചാരം ഉണ്ടാവണം. അലമാരയാണെങ്കിൽ പോലും മുഴുവനായും അടക്കാൻ പാടില്ല. അടക്കുമ്പോൾ ഇത്തിരി വശം തുറന്നു വെക്കണം, കാരണം അതിനകത്ത് വായു സഞ്ചാരം കിട്ടണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ 25 ബെഡും ഒന്നിച്ച് നമ്മൾ ഇതുപോലെ ഇരുട്ടുമുറിക്കകത്ത് വെച്ച് 14ാമത്തെ ദിവസം പുറത്തെടുത്ത് മൈസീലിയം, അതിൻ്റെ വൈറ്റ് കളറിൽ വരുന്നതാണ് മൈസീലിയം. ഇതിൻ്റെ വളർച്ചയൊക്കെ നോക്കി മനസ്സിലാക്കി, അപ്പോൾ ഇത് മൈസീലിയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. 14 ദിവസം ആകുമ്പോഴത്തേക്ക് ഇതിനെ പുറത്തേക്ക് എടുക്കും. അപ്പോൾ ഇതിൽ കുറച്ച് ഈർപ്പം, വെള്ളമൊക്കെ കാണും, അത് കുഴപ്പമില്ല. അത് നമ്മൾ മുകൾ വശം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതൊന്ന് തിരിച്ചിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ ഊർന്ന് പൊയ്ക്കോളും. തിരിച്ച് പിടിക്കുമ്പോൾ ഈ മഷ് പെല്ലറ്റ് ഊർന്ന് വീഴുമൊന്നുമില്ല. അത് അവിടെ തന്നെ നല്ല തിക്കായിട്ട് കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടാവും. കാരണം മൈസീലിയം വളർന്നിട്ട് നല്ല കട്ടിയായിട്ട് കല്ല് പോലെയാണ് ഇരിക്കുക. അപ്പോൾ ഇതിനെ നമുക്ക് തിരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ മോൾ വശത്ത് 2 കട്ട് ചെയ്യുക. മോൾ വശത്ത് നമ്മൾ മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന വശം ഉണ്ടല്ലോ, അവിടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ തിരിച്ചിട്ടാണ് നമ്മൾ ഉറിയിൽ തൂക്കി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നിച്ച് 25 ബെഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ ഈ 25 ബെഡും നമ്മൾ ഇതുപോലെ ഉറിയിൽ തൂക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ തൂക്കി വീണ്ടും ഒരു 14 ദിവസം കഴിയുമ്പോഴത്തേക്ക്, ചിലപ്പോൾ 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് തന്നെ വിളവ് കിട്ടി തുടങ്ങും. നമുക്ക് ആദ്യമായിട്ട് മഷ്റൂം ഉണ്ടായി തുടങ്ങും. അതായത് 28 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക്, ചിലപ്പോൾ 19 ദിവസം ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് കൂണ് പുറത്തേക്ക് വരും. അപ്പോൾ 25 ബെഡിൽ നിന്നും ഈ 19ാമത്തെ ദിവസമോ 20ാമത്തെ ദിവസമോ കൂണ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഫസ്റ്റത്തെ വിളവൊക്കെ നല്ല വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ 3 കിലോ 10 കിലോ ഒക്കെ നമുക്ക് കൂണ് കിട്ടിയേക്കാം. അപ്പോൾ നമ്മൾ ഈ 10 കിലോ കൂൺ എന്ത് ചെയ്യും? നിങ്ങൾ ഓൾറെഡി കൂണ് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള കടകൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒന്നിച്ച് ചെയ്യാം. 25 ബെഡും നമുക്ക് ഒരുമിച്ച് തന്നെ കൃഷി ചെയ്യാം. എന്നാൽ നിങ്ങൾ ഈ കടകൾ കണ്ടുപിടിച്ചിട്ടില്ല, നിങ്ങൾക്കിത് വിറ്റഴിക്കാൻ സ്ഥലമില്ലെങ്കിൽ നിങ്ങൾ ഈ 25 ബെഡും ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം നഷ്ടമായിരിക്കും. കാരണം 25 ബെഡിൽ കൂണ് ഒന്നിച്ചുണ്ടാകുമ്പോഴത്തെ വിളവ് കിട്ടുന്നത് ഒരേ ദിവസം 25 ബെഡിൽ ഒരു ദിവസം ആയിരിക്കണം എന്നില്ല. എങ്കിലും 25 ബെഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു 15 ബെഡെങ്കിലും ഒരു ദിവസവും നമുക്ക് കൂണ് തന്നേക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കൂണിനെ എവിടെ വിൽപ്പന ചെയ്യും, അല്ലെങ്കിൽ ആർക്ക് കൊടുക്കും? ഇതിനെക്കുറിച്ച് കൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. 5 കിലോ കൂണൊക്കെ ഒന്നിച്ച് കിട്ടുക, അല്ലെ 1 കിലോ കൂണ് തന്നെ ഒരുമിച്ച് കിട്ടുകയാണെന്ന് നോക്കുക. 1 കിലോ കൂണിനെ നമുക്ക് 200 ഗ്രാമിൻ്റെ പാക്കറ്റാക്കി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഇത് നമുക്ക് എവിടെ വിറ്റഴിക്കാൻ പറ്റും? നമ്മുടെ അയൽവാസികൾ വാങ്ങിക്കുമോ, അല്ലെങ്കിൽ നമുക്ക് കടയിൽ കൊടുക്കാൻ പറ്റുമോ? ഇതൊക്കെ നമ്മൾ നോക്കണം. നമ്മൾ സ്റ്റിക്കറൊന്നും അടിച്ചിട്ടില്ല, ലാബലൊന്നുമില്ല, നമ്മുടെ കൂണ് വിൽപ്പന നടത്താൻ വേണ്ടിയുള്ള ലാബലൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമ്മളിത് കടയിൽ കൊടുക്കാൻ പറ്റില്ല. ലാബൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വസ്തു കടയിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അതെന്ത് സാധനങ്ങളാണെങ്കിലും നമുക്ക് ലാബൽ ഉണ്ടെങ്കിൽ മാത്രമേ പാക്ക് ചെയ്തിട്ട് കടയിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂണ് വിൽപ്പന നടത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യമാണ് അക്ഷയയിൽ പോയിട്ട് 200 രൂപക്ക് നമ്മൾ ഫുഡിൻ്റെ ലൈസൻസ് എടുക്കുക. അതൊരു വർഷത്തേക്കുള്ള ലൈസൻസ് നമുക്ക് കിട്ടും. ഈ ലൈസൻസ് എടുത്ത ശേഷം നമുക്ക് ലാബിൽ അടിക്കുന്ന ഏതെങ്കിലും ഒരു പ്രസ്സിലോ കൊടുത്ത് നമ്മൾ ബിസിനസ്സിനൊരു പേര് കൊടുക്കുക. എന്നിട്ട് ഈ പേരും നമ്മുടെ ഡേറ്റും കൂണിൻ്റെ എക്സ്പയറി ഡേറ്റും ഒക്കെ വെച്ചിട്ട് നമുക്കൊരു ലാബിൽ ഉണ്ടാക്കാം. പിന്നെ നിങ്ങൾ താമസിക്കുന്നത് ഒരു ഗ്രാമപ്രദേശത്താണെങ്കിൽ നിങ്ങളുടെ ഈ കൂൺ ബിസിനസ്സിന് കുറച്ചും കൂടെ സാധ്യത കുറയും. കാരണം ഞാനിവിടെ താമസിക്കുന്നത് വളരെയധികം നാട്ടും പുറത്തിലാണ് ഞാൻ താമസിക്കുന്നത്, ഗ്രാമപ്രദേശത്തിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മഴക്കാലത്ത് ഇവിടെ ഇഷ്ടംപോലെ കൂണുകൾ കിട്ടും. പല സ്ഥലത്തും നമ്മുടെ നേച്ചുറലായിട്ട് കിട്ടുന്ന മണ്ണിൽ തന്നെ വിരിയുന്ന കൂണുകൾ കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കൂണ് പൈസ കൊടുത്ത് വാങ്ങിക്കുക എന്ന് പറയുന്നത് നാട്ടുകാർക്ക് അത്ര താല്പര്യമുള്ള കാര്യമായിരിക്കില്ല. ഒന്നാമത്തെ കാര്യം, പൊതുവെ ഉൾപ്രദേശത്തുള്ള ആൾക്കാർക്ക് കൂണ് അല്ലെങ്കിൽ കൂൺ വിഭവങ്ങളൊക്കെ ഇഷ്ടമായിരിക്കും. പക്ഷെ മണ്ണിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആ കൂണിൻ്റെ ടേസ്റ്റ് അല്ല നമ്മൾ ഈ മഷ് പെല്ലറ്റ് ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ കിട്ടുന്ന കൂണിൻ്റെ ടേസ്റ്റ്. നമ്മൾ മണ്ണിൽ കിട്ടുന്ന കൂണ് നമ്മൾ കറിയിലൊക്കെ ഇടുമ്പോഴത്തേക്ക് അലിഞ്ഞു പോകുന്ന പോലത്തെ നല്ല ടേസ്റ്റുള്ള കൂണാണ്. പക്ഷേ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കൂണിന് ടേസ്റ്റ് അല്ല ഉള്ളത്. ഇതിൻ്റെ ഗുണം അറിഞ്ഞ് വാങ്ങിക്കുന്നവരെക്കാണ് നമുക്ക് എത്തിക്കാൻ പറ്റുക. അല്ലാതെ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ് വാങ്ങിക്കുന്നവരെക്കാളും, അതായത് ഇത് വളരെ ഗുണമുള്ള കാര്യമാണ്, നമ്മുടെ ഹെൽത്തിന് വേണ്ടി ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് കൂണ്. അപ്പോൾ ആൾക്കാരിലേക്ക് ഈ കൂണിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി വാങ്ങിക്കുന്ന ആൾക്കാരിലേക്ക് നമുക്ക് ഈ കൂണ് എത്തിക്കാൻ കഴിയണം. ടൗണ് ഭാഗങ്ങളിൽ നമുക്ക് കൂണ് വിൽപ്പന നടത്താൻ പറ്റണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പല പല ഓഫീസുകളിൽ നിന്ന് വരുന്നവരൊക്കെ വൈകുന്നേരം മാർക്കറ്റുകളിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുമ്പോൾ നമ്മുടെ കൂണ് കാണുവാണെങ്കിൽ എടുക്കും. പിന്നെ
ഇന്ന് കൂൺ കൃഷി ചെയ്യുന്ന ഒരുപാട് ചെറുകിട സംരംഭകരുണ്ട്, വീടുകളിൽ തന്നെ കൂൺ കൃഷി ചെയ്യുന്ന വീട്ടമ്മമാരുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുവിധപ്പെട്ട എല്ലാ കടകളിലും കൂൺ ഇന്ന് ലഭ്യമാണ്. നമ്മൾ കൂൺ കൊടുക്കുമ്പോൾ കൂടുതൽ ക്വാളിറ്റിയുള്ള കൂൺ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റ് ഏത് കർഷകർ കൊടുക്കുന്നതിനേക്കാളും ഫ്രഷ് ആയിട്ടുള്ള കൂൺ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വിൽപ്പനക്കുള്ള സാധ്യത കൂടും. അല്ലാതെ നമ്മൾ വെയിറ്റ് കൂടാൻ വേണ്ടി നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വിളവെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി കൂൺ വലുതാവട്ടെ എന്ന് വെച്ചാൽ കൂണിൻ്റെ ടേസ്റ്റ് പോകും. കൂൺ പെട്ടെന്ന് മഞ്ഞ നിറവും. നമ്മൾ കടയിൽ കൊടുക്കുമ്പോൾ തന്നെ അതിന് കുറച്ചൊരു അതിൻ്റെ ആ ഒരു കാണാനുള്ള ഭംഗി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ആൾക്കാർക്ക് ഇതിനോട് താല്പര്യമില്ലാതെ വരും. അപ്പോൾ കൂൺ വിടരുമ്പോൾ വളരെ ചെറുതായിട്ടാണ് കൂൺ വിടർന്ന് വരിക. അപ്പോൾ ഒന്ന് കൂണിൻ്റെ ഉള്ളിലൊരു കുഴി പോലെ കാണും. ആ കുഴി നിവരുന്നതിന് മുമ്പ്, മുഴുവനായിട്ടും നിവരുന്നതിന് മുൻപേ തന്നെ നമ്മൾ പറിച്ചെടുക്കുകയാണെങ്കിൽ കൂൺ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് ആൾക്കാർ വാങ്ങിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും അവർക്ക്. അതുകൊണ്ട് അവർ പിന്നെയും നമ്മുടെ കൂണ് ചോദിച്ച് തന്നെ വാങ്ങിക്കും. അപ്പോൾ നിങ്ങൾ വിൽക്കാനുള്ള ഒന്നാമത്തെ കാര്യം, നിങ്ങൾ വിൽക്കാനുള്ള സ്ഥലം കണ്ടെത്തുക. നിങ്ങളുടെ അയൽക്കാർ കൂണ് വാങ്ങിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നവരാണെങ്കിൽ, പൈസ കൊടുത്ത് കൂണ് വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ളവർക്ക് കൂൺ കൃഷി വളരെ ഉപയോഗപ്പെടും. കാരണം നല്ല രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാം. 2000 രൂപ ചിലവാക്കിയാൽ തന്നെ നമുക്ക് അതിൽ നിന്നും 10,000 തന്നെ നേടാൻ പറ്റും. കാരണം കൂണ് നമുക്ക് 6 മാസത്തോളം വിളവ് തരും. ഈ 25 ബെഡിൽ നിന്നും നമുക്ക് ഇടയ്ക്കിടെയായിട്ട് 2 ആഴ്ച കൂടുമ്പോൾ ഒരു ബെഡിനകത്ത് നിന്ന് നമുക്ക് വിളവ് കിട്ടും. നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ 5 സൈഡിൽ ബ്ലേഡ് വെച്ച് കീറി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വിളവെടുത്തതിന് ശേഷം നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ ചെറുതായിട്ടൊന്ന് ബ്ലേഡ് വെച്ച് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ദിവസവും 2 നേരം നനച്ച് കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക വെള്ളം. അപ്പോൾ നമുക്ക് 6 മാസവും ഇതിൽ നിന്നും 2 ആഴ്ച കൂടുമ്പോൾ ഒരു ബെഡിനകത്ത് നിന്നും വിളവ് കിട്ടും. അപ്പോൾ മാസങ്ങൾ കഴിയുമ്പോൾ വിളവിൻ്റെ വലിപ്പം കുറയും, എങ്കിലും നമുക്ക് നല്ല രീതിയിൽ വിളവ് തരും. ഇത് നമുക്ക് നല്ലൊരു വരുമാനവും നേടിത്തരും. 2000-ന് പകരം നമുക്ക് 10,000 രൂപ വരെ ഇതിൽ നിന്നും ലഭിക്കും. നമ്മൾ ഈ കൃഷി കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ ബെഡ് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിൻ്റെ വെയിറ്റ് ഒക്കെ കുറഞ്ഞു വന്നിട്ടുണ്ടാവും. ഈ ഒരു ബെഡ് നമുക്ക് കളയാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ബെഡ് നമുക്ക് വല്ല ചെടികൾക്ക് വിട്ടു കൊടുക്കാം. ഈ ബെഡ് പിന്നീട് നമുക്ക് ഉപയോഗശൂന്യമാണ്. കാരണം അതിനകത്ത് പിന്നീട് കൃഷി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. അതുകൊണ്ട് പറയുവാണ്, ഈ ബെഡിൽ നമുക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം നമുക്കത് ഉപയോഗിച്ച് കളയാനേ പറ്റുള്ളൂ. അങ്ങനെയാണ് പൊതുവേ നമ്മൾ വൈക്കോലിൽ ചെയ്യുവാണെങ്കിലും അറക്കപ്പൊടിയിൽ ചെയ്യുവാണെങ്കിലും നമുക്ക് ആ ഒരു ബെഡ് പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ കൂൺ കൃഷിയിലൂടെ നമുക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റും. പക്ഷേ അതിനുള്ള സാഹചര്യം കൂടെ നമുക്ക് വേണം. നമ്മളൊരു വീട്ടിലിരിക്കുന്ന വീട്ടമ്മയാണെങ്കിൽ നമുക്കിത് പുറത്ത് പോകാൻ ഒരുപാട് ദൂരെ പോയി ഇതിനു വേണ്ടിയുള്ള കടകൾ കണ്ടുപിടിക്കാൻ പറ്റുകയോ അല്ലെങ്കിൽ ഇത് വിൽപ്പന നടത്താൻ പറ്റുകയോ ചെയ്യാത്ത ഒരാളാണെങ്കിൽ നമുക്കിതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വസ്തുവിനെ മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റുമ്പോഴാണ് നമുക്ക് അതിലൂടെ വരുമാനം കിട്ടുന്നത്. നമ്മളിവിടെ ഇതൊന്നും ആലോചിക്കാതെ 25 ബെഡ് കൂൺ ചെയ്തു, ആദ്യമായിട്ട് 25 ബെഡ് കൂൺ ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് 1-2 കിലോ കൂൺ നമ്മൾ പറിക്കുകയും ഇത് എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരവസ്ഥയും വരും. അതുകൊണ്ട് തന്നെ കൂൺ കൃഷി വളരെ സീരിയസ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, കൂൺ വിൽപ്പന നടത്താൻ ആവശ്യമായ എല്ലാ പേപ്പറുകളും ശരിയാക്കി വെക്കുക. അതിനുവേണ്ട ലേബൽ തയ്യാറാക്കുക. പാക്കറ്റുകൾ കടയിൽ നിന്ന് വാങ്ങിച്ച് വെക്കുക. 100 ഗ്രാമിൻ്റെയോ 200 ഗ്രാമിൻ്റെയോ കൂൺ പാക്ക് ചെയ്യുന്ന പാക്കറ്റുകൾ വാങ്ങിച്ച് വെക്കുക. കൂൺ പാക്കറ്റ് സീൽ ചെയ്യാൻ വേണ്ടി നമുക്ക് മെഴുകുതിരി വെച്ച് കത്തിച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. എങ്കിലും നമുക്ക് അതിൻ്റെയും മിഷൻസ് നമുക്ക് ഓൺലൈനിൽ ലഭ്യമാണ്. കൂണിൻ്റെ പാക്കറ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിക്കുന്ന മിഷൻസും നമുക്ക് ഓൺലൈനിൽ ലഭ്യമാണ്. അത് വാങ്ങിക്കുന്നവർക്ക് അത് വാങ്ങിച്ച് വെക്കാം. പിന്നെ ഇത് ദൂരെ കടകളിൽ നിങ്ങൾക്ക് 2 വീലറൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് കടകളിൽ എത്തിക്കാൻ പറ്റും. നിങ്ങളുടെ അടുത്തുള്ള മാർക്കറ്റുകളിൽ പോവുക, 2 പാക്കറ്റ് വെച്ച് അവിടുന്ന് വീട്ടിലേക്ക് വരുന്ന വഴിക്കുള്ള എല്ലാ കടകളിലും വെക്കുക. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കൂൺ വിൽപ്പന നടത്താൻ പറ്റും. അപ്പോൾ ഒരു ബെഡിന് നമുക്ക് ചെറിയ തുക മാത്രമേ ചിലവാകുന്നുള്ളൂ. കൂണിൻ്റെ ഒരു പാക്കറ്റ് വിത്തിന് തന്നെ 50 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ബാഗ് കൂണിനകത്ത് നിന്ന് തന്നെ, ഒരു ബെഡ് കൂണിനകത്ത് നിന്ന് തന്നെ നമുക്ക് 1, 2, 3, 4 കിലോ ലഭിച്ചേക്കാം. ആദ്യത്തെ വിളവെടുപ്പിൽ തന്നെ നമ്മൾ ചിലവാക്കി 2000 രൂപ നമുക്ക് തിരിച്ചു കിട്ടും. പിന്നീട് വരുന്ന എല്ലാ വിളവെടുപ്പിലും കിട്ടുന്ന തുക നമുക്ക് വരുന്ന ലാഭമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നവർക്ക്, കൂണ് വിപണിയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന 100% ഉറപ്പുള്ളവർക്ക് ഇതൊരു നല്ല മാർഗ്ഗമാണ്. നിങ്ങൾക്ക് ലക്ഷങ്ങൾ വേണമെങ്കിലും സമ്പാദിക്കാം. നിങ്ങളിതൊരു നല്ല ബിസിനസ്സായിട്ട് തുടങ്ങാൻ തീരുമാനിക്കുകയാണെങ്കിൽ, ഇതിനുവേണ്ടി ലോൺ എടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പണം മുടക്കി ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ, ഹൈടെക് ഫാമുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിലും പുറത്തുമായിട്ട് നിലവിലുണ്ട്. ഹൈടെക് ഫാം ആരംഭിക്കാൻ വളരെ വലിയൊരു തുക തന്നെ ചിലവാകുമെങ്കിലും ഇതിലൂടെ നമുക്ക് അതിനനുസരിച്ചുള്ള വരുമാനം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഈ കൂൺ കൃഷിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ചില മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കൂടെ അറിഞ്ഞു വെക്കണം. അച്ചാർ, കൂൺ ഉണക്കിയത്, അതുപോലെ തന്നെ നമുക്ക് ഇത് വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. കാരണം നമുക്ക് ഇത് വിൽപ്പന നേരിട്ട് നടത്താൻ പറ്റിയില്ലെങ്കിലും കൂൺ പെട്ടെന്ന് 2 ദിവസം കൊണ്ട് തന്നെ ചീത്തയായി പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വഴിയും കൂടെ കണ്ടുവെക്കണം. കൂൺ കൃഷിയെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.